ജോണർ. ഇതൊരു ഡ്രാമ എന്റർടൈൻമെന്റ് മൂവിയാണ്. സെക്കൻഡ്, ഡയറക്ഷൻ. ഇതൊരു നോവൽ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തേക്കണ ഒരു മൂവിയാണ്. എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഡയറക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ക്യാരക്ടറിനൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചേക്കണതും ആ ക്യാരക്ടറിനെ റിവീൽ ചെയ്തേക്കണതും എല്ലാം കാണുമ്പോൾ ഓക്കെ നമ്മൾ റിയൽ ആയിട്ട് കുറേ പേരെ കണ്ടു, അല്ലെ അവരുടെ ലൈഫ് നമ്മൾ അറിഞ്ഞു, അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ഈ മൂവി കണ്ടു കഴിയുമ്പം എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഡയറക്ഷൻ സെറ്റായിട്ടാണ് തോന്നിയത്. തേർഡ്, സിനിമാറ്റോഗ്രഫി. മൂവിയുടെ ആ ഒരു റിയലിസ്റ്റിക് മോഡ് ക്രിയേറ്റ് ചെയ്യാൻ സിനിമാറ്റോഗ്രഫി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് നൈസായിട്ടാണ് ഫീൽ ചെയ്തത്. ഫോർത്ത്, എഡിറ്റിംഗ്. ഇപ്പം ഒരു സീനിന് വേണ്ടിയിട്ടുള്ള മൂവിയിലെ ഓരോ സീനിനും വേണ്ടിയിട്ടുള്ള കട്ട്സ് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു ഇമോഷൻ കീപ്പ് ചെയ്തുകൊണ്ടാണ് എഡിറ്റിംഗ് പോയത്. അതും അടിപൊളിയായിരുന്നു. ഫിഫ്ത്ത്, മ്യൂസിക്. ഇതിൻ്റെ മ്യൂസിക് അടിപൊളിയായിട്ട് ചെയ്തത്. കാരണം ഇപ്പം തുടക്കത്തിൽ ഒരു ടൈറ്റിൽ സോങ് കാണിക്കുന്നുണ്ട് കൊല്ലത്തിനെ ബേസ് ചെയ്തിട്ട്. അതൊക്കെ ശരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല, മൂവിയുടെ ഒരു അറ്റ്മോസ്ഫിയർ കീപ്പ് ചെയ്ത് നമുക്ക് ആ ഒരു കണക്ഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്യണം. ആ രീതിയിലായിരുന്നു മൊത്തം. ഇപ്പോൾ സോങ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സൗണ്ട് മിക്സിങ്ങും എല്ലാം കിട്ടുമായിരുന്നു. സിക്സ്, കാസ്റ്റിങ്ങിൽ ഒരാളെ തന്നെ എടുത്തു പറയണേക്കാളും ആ ഒരു ക്രൂ മുഴുവനും ക്യാരക്ടറിന് വേണ്ട രീതിയിൽ ഫുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ക്യാരക്ടറിൻ്റെ റിയൽ ഫോമിൽ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത പോലെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ സിനിമ ഒരു ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഓരോ ക്യാരക്ടേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കഥേനെ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 സ്ഥലത്തായിട്ടാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു സ്ഥലത്താണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ് പെരുമാറുന്നത്, മറ്റേ സ്ഥലത്താണെങ്കിൽ ഓക്കെ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ആ ഒരു ഫീല് നമുക്ക് കഥയിൽ മൊത്തം തോന്നിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഡയറക്ഷൻ്റെ ഒരു ബ്രില്യൻസ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത്. എനിക്ക് മൊത്തത്തിൽ ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഞാൻ റേറ്റ് ചെയ്യുകയാണെങ്കിൽ 8.1. ഓക്കെ.